അപ്പോൾ ഗൈസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു നിത്യവഴുതന നട്ട സമയത്ത് അതിൻ്റെ ഒരു സീഡ് പൊട്ടിപ്പോയതായിട്ട് നമ്മൾ സീഡിൻ്റെ സ്പ്രൗട്ടായ ഭാഗം താഴെ വീണ് പൊട്ടിപ്പോയത് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റും കൂടിയാണ്. പ്ലസ് നമ്മുടെ ഒരു വെങ്ങായ വഴുതനയുടെ ഒരു സീഡൂടെ ഇതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നടാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ അന്ന് വെച്ചതാണ്. വെച്ചെന്ന് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 23 മാർച്ചിന് വെച്ചതാണ്. നമുക്ക് അപ്പോൾ ഹാപ്പി ന്യൂസ് ആണോ അതോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് യു ക്യാൻ സീ നമ്മൾ പൊട്ടിപ്പോയതും കൂടെ നട്ടിട്ടുണ്ടായിരുന്നു, പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ എന്തൊക്കെയോ ഗ്രീൻ കാണുന്നുണ്ട്. സോ ഐ എം ഹോപ്പിംഗ് ദാറ്റ് ഇറ്റ് ഈസ് ഡൂയിങ് ഗുഡ്. പിന്നെ നമ്മുടെ ബാക്കി വങ്കേരി വഴുതനയാണ്. ഒരെണ്ണം കൂടെ ആയിട്ടുണ്ട്. 1 2 3 4 5 6 7 എണ്ണം നട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം വന്നിട്ടില്ല. ഒരെണ്ണം കൂടെ നമുക്കായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നട്ടു കൊടുക്കാം. ഇത് വെങ്കേരി വഴുതന എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ നീളമുള്ള വഴുതനയില്ലേ, ചിലയിടത്ത് പർപ്പിൾ കളർ കാണും, ചിലയിടത്ത് ഗ്രീൻ കളർ കാണും. അത്രയും അതാ കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ചില്ലി പ്ലാന്റ് ഉണ്ടായിരുന്നു. അത് ഒരുമാതിരി അങ്ങ് സാഡ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അതിനെ ശരിക്കും കാണാൻ പറ്റില്ല. ഇത് നമ്മൾ വീണ്ടും അടച്ചിട്ട് വെക്കുകയാണ്. ഹോപ്പിംഗ് 2 എണ്ണം കൂടെ ഉണ്ട്. അതുകൂടെ ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റണേ ദൈവമേ എന്ന് വിചാരിച്ചിട്ട്. ഇത് വലിയൊരു വീഡിയോ ആയതുകൊണ്ടാണ് 2-3 എപ്പിസോഡുകളായിട്ട് കാണിക്കുന്നത്. എല്ലാം കൂടെ ഒറ്റയടിക്ക് നിങ്ങൾക്കിരുന്ന് കാണാനുള്ള ക്ഷമയും ഉണ്ടാവില്ല. സോ നമുക്ക് ആ ലീഫൊക്കെ എത്ര പ്രിറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നാളോടെ ഇങ്ങനെ അടഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഡ്യൂ സെറ്റിൽ ആവാൻ തുടങ്ങും. അപ്പം ദാറ്റ് മീൻസ് ദർ ഇസ് സം വർക്ക് ഹാപ്പനിങ്. അപ്പൊ നമ്മുടെ ടൊമാറ്റോയും കാര്യങ്ങളും എല്ലാം നട്ടു. നമ്മുടെ 6 7 ഇപ്പോഴത്തെ പിള്ളേരുടെ 6 7 ട്രേസ് നമ്മൾ നിറച്ചു. അപ്പോ ഇനി വെള്ളം ഒഴിച്ച് അടച്ചു വെക്കാം. അപ്പൊ നമ്മൾ ഈ നിറച്ച പോട്ട് ഇപ്പൊ ഇതുവരെ ലീഫ് ഒന്നും വന്നിട്ടില്ലല്ലോ. ചിലപ്പോൾ ഇച്ചിരി കൂടെ സമയം അവർക്ക് വേണമെങ്കിലോ. നമ്മൾ ഇതിനെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് ഒരു സെല്ലോഫിൻ റാപ്പ് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് വെക്കാം. ഇതാ ഇത് നമ്മുടെ പപ്പായ 2 എണ്ണം നട്ടില്ലേ അന്ന്, അതാണിത്. 4 മുരിങ്ങയ്ക്ക നട്ടതിൽ 3 വരെ വന്നിട്ടുള്ളൂ. ഒരാളെപ്പോഴും എനിക്കൊന്ന് സ്ലീപ്പിംഗ് പൊസിഷനിലാണ്. പിന്നെ നമ്മുടെ ലെമൺ ഗ്രാസ്, ഇത് നമ്മുടെ ലെമൺ ഗ്രാസ് ഞാൻ ഇങ്ങോട്ട് നട്ടു. നോക്കട്ടെ എത്രയാവും എങ്ങനെയാവും. ബട്ട് ഐ എം റിയലി ഹാപ്പി വിത്ത് പപ്പായ. എന്ത് കുഞ്ഞു പ്ലാന്റ് അല്ലേ ഇതൊക്കെ, എന്ത് വലുതാവും. നമ്മുടെ മുരിങ്ങയൊക്കെ നടാൻ ഞാൻ ചില സ്ഥലങ്ങളൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. നോക്കണം അവിടൊക്കെ ഇവര് സെറ്റാകുമോ അതോ ഔട്ട്ഗ്രോ ആകുമോ. അപ്പൊ അന്ന് ഞാൻ കാണിച്ച എക്സ്പെരിമെന്റിൽ ഇതിൽ നിന്ന് കുറച്ച് പറിച്ചിട്ട് നമ്മള് വേറെ ഇതിൽ നടുന്ന കാര്യം അത് ചെയ്തു. പക്ഷെ അത് ഒത്തിരി വർക്കാണ്. പ്ലസ് അത് കുറേ അത് അങ്ങനെ വലിയ ഹാപ്പി ഒന്നും അല്ല.
അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉലുവ ഒരു ദിവസം മുഴുവൻ വെള്ളത്തിലിട്ട് വെക്കുക. അടുത്ത ദിവസം ഇതുപോലെ ഒരു സ്ലോട്ടിൻ്റെ അകത്ത് അതിൻ്റെ ഓരോ സീഡോ 2 സീഡോ 3 സീഡോ അതാ നോക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത് കണ്ടോ, വെച്ചിട്ട് വെച്ചേക്കുക. അത് അടച്ചു നോക്കണ്ട, ഒന്നും ചെയ്യണ്ട, തന്നെ താനെ അത് നല്ലതായിട്ട് ഗ്രോ ആയി വരും. എന്നിട്ട് ഇതൊരു ഇച്ചിരി ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിവരെ ഡയറക്റ്റ്ലി ഇങ്ങനെ ആ സ്ലോട്ടിൽ നിന്ന് അത്ര 3 4 എണ്ണോ നമ്മൾ എത്ര ഇട്ടെന്ന് വെച്ചാൽ അത് അങ്ങനെ അത് ഗ്രൗണ്ടിൽ കൊണ്ട് പ്ലാന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ പയറാണ് കേട്ടോ. അവിടുന്ന് ഇവിടം വരെ നല്ല 1 മീറ്റർ പയറും ഇവിടുന്ന് ഇവിടം വരെ നല്ല ക്ലൈംബർ ബീൻസും ആണ്. ഇതുവരെ നമ്മൾ ബുഷ് ബീൻസ് നട്ടിട്ടില്ല. അതിന് ഒരു ഇച്ചിരി ഒരാഴ്ച കൂടെ കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു ഞാൻ. ഇപ്പം ഇത് നമ്മുടെ മേത്തി ആയിട്ടുണ്ട്. പിന്നെ വേറൊരു ചെടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ്. ഇപ്പം നടാനായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ചെടിയാണ് മാരിഗോൾഡ്. ഈ നമ്മുടെ ഫാർമിൻ്റെ ചെടികളുടെ ഇടയ്ക്കൊക്കെ നട്ടു കഴിഞ്ഞാൽ ഈ ഇൻസെക്റ്റിന്റെ ശല്യം കുറഞ്ഞു കിട്ടും. പലതും നമ്മുടെ മുളകാണ് കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇവരിന്ന് ഇച്ചിരി വളർന്നു കഴിയുമ്പോൾ നമുക്ക് ഇവരുടെ മുകളിൽ നിന്ന് നുള്ളണമെന്ന്. നമുക്ക് എന്താ പറയട്ടിയ, നമ്മൾ ഈ ആദ്യമേ വന്ന 2 ഇലകൾ ഇത് നുള്ളി കളയണം. നമുക്ക് ഇതിന്റെ അപ്ഡേറ്റ് ഇനി കാണിക്കാം. ഒരെണ്ണം ഞാൻ നുള്ളാതെ വെക്കാം, ഒരെണ്ണം നുള്ളിയിട്ട് നോക്കാം. അപ്പം നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇത് കണ്ടോ, നമ്മുടെ ഒറിഗാനോ കണ്ടോ, ഇതിന് പലരും ഒക്കെ പലതിനെയും നമ്മൾ മാറ്റി കേട്ടോ. പക്ഷെ ഇത് കണ്ടോ, കുച്ചി കുച്ചിക്കു കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കണ്ടോ, എന്ത് പ്രിറ്റി ആയിട്ടാണ് അല്ലേ. അത് കൂടാതെ ഇവിടെ ദൂരെ വന്നു ഒരാൾ വളരുന്നു. ഞാൻ ഇതിനെ ഇവിടെ ഇട്ടതേ അല്ല. പിന്നെ അത് കൂടാതെ ഇത് കണ്ടോ, നമ്മളന്ന് ഡൗട്ട് ചെയ്ത സിലാൻഡ്രൂ, അത് ഞാൻ ഒരു ഇത് ഇട്ടതാണ്. പക്ഷെ അത് കണ്ടോ എത്ര എണ്ണം വന്നിരിക്കുന്നത് നമുക്ക്. പക്ഷെ ഈ ലോട്ടിൽ മുഴുവനും ഞാൻ ഇട്ടതാ, ഒരിടത്ത് പോലും വന്നില്ല. എല്ലാം കൂടെ ചേർന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒറിഗാനോ പിന്നെ എല്ലായിടത്തും വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഇവിടത്തേതാണ് പറന്ന് ഇവിടെ പോയതോ സംതിങ് ലൈക്ക് ദാറ്റ്. ഇതെന്റെ മോള് എൻ്റെ അത് സൺഫ്ലവർ ഇട്ട് വെച്ചിട്ടുണ്ട്. 4 ആണോ 3 ആണോ സൺഫ്ലവർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് വരുമോ നോക്കാം. എന്തായാലും വരും, അവളുടെ കൈ നല്ല കൈയാണ്. അവൾ എന്തിട്ടാലും അത് മുളയ്ക്കും ഉറപ്പാണ്. അതൊക്കെയാണ് ഈ വർഷത്തെ പ്ലാനിങ്. പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. അപ്പോ ഇതാണ് എൻ്റെ ചെറിയ ലോകം. ഇപ്പൊ ഈ കാണുന്ന ഈ ഹരിതവും പച്ചിപ്പും ഒക്കെ നമുക്ക് നമ്മുടെ ഫാമിലോട്ട് കൊണ്ടുപോകണം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് കൂടുതൽ ഹരിതവും പച്ചിപ്പും ഒക്കെ കൊണ്ടുവരണം. ഞാനിപ്പം നല്ലൊരു ക്ലൈമറ്റ് ആയി വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഇപ്പോഴും സിംഗിൾ ഡിജിറ്റിലാണ്. ഒരു 10 to 15 ഡിഗ്രീസ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇവരെ അവിടെ കൊണ്ട് നടണം. എനിക്ക് ഇച്ചിരി കൊറിയാണ്ടർ നടണമെന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള കൊറിയാണ്ടർ അത് ഇച്ചിരിയേ ഉള്ളൂ. പക്ഷെ അതും ഇങ്ങനെ എന്താ പറയുക, വള്ളി പോലെ വരിക. ഇറ്റ് നീഡ്സ് ടു ബി ബൂസ്റ്റ് അപ്പ്. അപ്പോ അതൊന്ന് നോക്കണം അതെങ്ങനെയാ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് അവിടെ ഓൾറെഡി കുറച്ച് സ്ട്രോബെറീസ് ഉണ്ട്, തൈം ഉണ്ട്, റോസ്മെരി ഉണ്ട്, ബാസിലൊക്കെ നമുക്ക് അവിടെ നടണം. പക്ഷേ ടൊമാറ്റോ എവിടെ നടുന്നതെന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് നടാൻ. കാരണം ഇവര് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബെനിഫിറ്റ് ആവും. പിന്നെ നമ്മൾ നട്ടതിൽ കുറച്ച് ക്യാരറ്റ് ഒക്കെ നട്ടിട്ടുണ്ട്. നമുക്ക് നടാൻ ബീട്രൂട്ടും ബാക്കിയുണ്ട്. കുറച്ച് ക്യാരറ്റ്സ് നട്ടിട്ടുണ്ട് നമ്മൾ. അതിൻ്റെ ഒന്നും പൊടി പോലും വന്നിട്ടില്ല ഇതുവരെ. ജസ്റ്റ് ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കൊണ്ട് നടാനാണ് എൻ്റെ പ്ലാൻ. സോ വി ഹാവ് ടു സീ ദാറ്റ് അക്കോർഡിംഗ്ലി ഇനി എന്താ ചെയ്യണ്ടേ. പിന്നെ ടൊമാറ്റോസിൽ 2 ടൈപ്പ് മുഴുവനും നമ്മൾ നട്ടിട്ടുണ്ട്. ഞാൻ 20 എണ്ണം വെച്ചിട്ട് 10 എണ്ണമെങ്കിലും ആയ കിട്ടട്ടെന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ എല്ലാവും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് 10 എണ്ണം ഇട്ടാൽ മതിയായിരുന്നു. പിന്നെ ബേബി ടൊമാറ്റോസ് ഇട്ടിട്ടുണ്ട്, അത് വന്നിട്ടില്ല ഇതുവരെ. അത് ജെർമിനേറ്റ് ആയിട്ടില്ല.
പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഒക്കെ ഇനിയും ബാക്കിയുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. കുക്കുംബറൊക്കെ ഞാൻ ഡയറക്റ്റ്ലി ആണ് സോ ചെയ്തത്. ഞാൻ അത് ജെർമിനേറ്റ് ചെയ്യാൻ അങ്ങനെ വെച്ചില്ല. കാരണം അവർക്ക് അധികം അത്ര ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ മതി അവർക്ക് നോർമലി. ഞാൻ ലാസ്റ്റ് ഇയർ വരെ അവരെ ഡയറക്റ്റ്ലി ഗ്രൗണ്ടിലാണ് നട്ടിരുന്നത്. ഇപ്പം വെളിയിൽ എന്തോരം തണുപ്പാ, അതിന് റെഗുലറായിട്ട് വെള്ളവും ഇല്ല അങ്ങനെ. പക്ഷെ ഇവരെ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ വലിയ പ്രീമിയം ഇതിലാണ് അവര് ജെർമിനേറ്റ് ആയി വരുന്നത്. അപ്പോ നമുക്ക് നോക്കാം. ഇനിയിപ്പോ ഞാൻ പ്ലാനിങ് ചെയ്യാം പ്ലോട്ടിന്റെ, ആരെ എവിടെ നടണം എന്നൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവരെ കൊണ്ട് പ്ലാന്റ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എഗ് ഷെൽസ് ഒക്കെ എവിടെ ഇടണം, പിന്നെ നൈട്രോജൻ എങ്ങനെ കൊടുക്കണം, എങ്ങനെയൊക്കെ അവരെ പെസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുത്താം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് വൈകാതെ ഈ ഓരോ എപ്പിസോഡ്സ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം.